ഹായ്, ഗുഡ് ഈവനിങ്. വെൽക്കം ബാക്ക് ടു ഷാഹീസ് ഫീസ്റ്റ് ആൻഡ് ട്രീറ്റ്സ്. നമുക്ക് നല്ല അടിപൊളി ഒരു ചിക്കൻ മക്ലൂബ റൈസിൻ്റെ റെസിപ്പി നോക്കാം. ഇതൊക്കെയാണ് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്. എല്ലാവരും റെഡിയാക്കി വെച്ചോളൂ. നമ്മളിതിന് ഒരു അത്യാവശ്യം വലുപ്പമുള്ള വലിയൊരു ബ്രിഞ്ചാൾ, ഒരു വലിയ പൊട്ടാറ്റോ, 2 മീഡിയം സൈസ് ഗ്രീൻ ക്യാപ്സിക്കം, വഴുതനങ്ങയൊക്കെ നല്ല വലുതാണ്, നിങ്ങളുടെ കയ്യിൽ ചെറുതാണെങ്കിൽ 2 എടുക്കാം. ഇടത്തരം 2 തക്കാളി, 2 കൂസ നമ്മുടെ നാട്ടിലും ഇപ്പോൾ വെജിറ്റബിൾ ഷോപ്പിലൊക്കെ അവൈലബിൾ ആണ് അല്ലേ. ക്യാരറ്റ് 2, വലിയ ഉള്ളി മീഡിയം സൈസ് 4, 4 പച്ചമുളക്. ഒത്തിരി എരിവുള്ളത് എടുക്കണ്ട, നിങ്ങളുടെ കുട്ടികൾക്ക് എരിവ് അധികം പറ്റില്ലെങ്കിൽ. 10-12 അല്ലി വെളുത്തുള്ളി, 1 ഇഞ്ച് കഷ്ണം ഇഞ്ചി, പിന്നെ ഉണക്ക നാരങ്ങ 2, 2 പീസ് പട്ട, കുറച്ച് ഗ്രാമ്പൂ, ഏലക്കയും വേണം 4-5. എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ടാണ് എടുക്കാതിരുന്നത്. പിന്നെ 1 പിടി മല്ലിയില, തക്കാളിയുടെ പേസ്റ്റ് 70 ഗ്രാം, ചിക്കൻ സ്റ്റോക്കിൻ്റെ 2 പീസ്, 1.5 കിലോ കോഴി, 1 കിലോയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ മല്ലിയില നമ്മൾ എടുക്കുന്നത് 1.5 ടേബിൾ സ്പൂൺ, കാശ്മീരി 2 വേണം, 1.5 ചോറിലേക്കും പിന്നെ 1 നമ്മുടെ പച്ചക്കറിയിൽ പുരട്ടാനും. മഞ്ഞൾ 1 ടേബിൾ സ്പൂൺ, 1/2 ചോറിനും 1/2 നമ്മുടെ പച്ചക്കറി, 1 ടേബിൾ സ്പൂൺ പെപ്പറും, പകുതി ചോറിനും പച്ചക്കറിക്കും, 1 ടേബിൾ സ്പൂൺ ഗരം മസാല, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇതൊക്കെയാണ് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്. ഇനി നമ്മുടെ എല്ലാ വെജിറ്റബിൾസും നമ്മൾ റൗണ്ടായിട്ടാണ് കട്ട് ചെയ്യേണ്ടത്. എന്നിട്ട് നമ്മുടെ വഴുതനങ്ങ നമ്മൾ ഉപ്പിലിട്ട വെള്ളത്തിൽ ഒരു 10 മിനിറ്റ് ഇരിക്കട്ടെ, അതിനകത്തുള്ള കറ പോവാനും ഉപ്പ് പിടിക്കാനും. നമ്മളിതുപോലെ നമ്മുടെ കിഴങ്ങും ക്യാരറ്റും കൂസയും ഉള്ളിയും ഒക്കെ നമ്മൾ റൗണ്ടിൽ കട്ട് ചെയ്ത് വെക്കുക. ക്യാപ്സിക്കവും ഗ്രീൻ ചില്ലി മാത്രം സ്ലിറ്റ് ചെയ്ത് ലോങ് ആയിട്ട്, ബാക്കി എല്ലാ വെജിറ്റബിൾസും നമ്മൾ റൗണ്ടിലാണ് അരിഞ്ഞ് വെക്കുന്നത്. അങ്ങനെ എല്ലാ വെജിറ്റബിൾസും റെഡിയാണ്. നമ്മുടെ ജിഞ്ചർ ഗാർലിക്ക് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഓക്കെ, ഇനി നമ്മളൊരു വലിയൊരു പാൻ വെച്ചിട്ട് അതിനകത്ത് ഓയിൽ ഒഴിച്ചിട്ട് ജിഞ്ചർ ഗാർലിക് പച്ചമുളക് ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. അത് മൂത്ത് വരുമ്പോൾ അതിലോട്ട് നമ്മുടെ ഒനിയൻ റൗണ്ടിൽ അരിഞ്ഞത് ആദ്യം ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇരുന്നൊന്ന് മൂക്കട്ടെ. നമ്മളിതിനൊത്തോട്ട് പെട്ടത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് വലിയ ഉള്ളി. ഇനി ഉപ്പിട്ട് കൊടുക്കാം. അങ്ങനെ ഇത് ഇളക്കിയിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. അത്യാവശ്യം മൂത്ത് വരുമ്പോൾ നമ്മുടെ തക്കാളി വട്ടത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നു നമ്മൾ. അങ്ങനെ കുറച്ച് നേരം ഇരിക്കും. തക്കാളിയെല്ലാം മൂത്ത് വരുമ്പോൾ നമുക്ക് നമ്മുടെ പൊടികളിടാം. നമ്മൾ പറഞ്ഞത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി 1.5 ടേബിൾ സ്പൂൺ, കാശ്മീരി ചില്ലിപ്പൊടി, കാശ്മീരി മുളക് പൊടി 1.5 ടേബിൾ സ്പൂൺ, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇതൊക്കെയാണ് നമ്മൾ ഇട്ടത്. പിന്നെ നമ്മൾ അതൊക്കെ മസാലയെല്ലാം ഒന്ന് ചെറുതായിട്ട് മൂത്ത് മണം വരുമ്പോൾ നമ്മുടെ തക്കാളിയുടെ പേസ്റ്റ് ഇട്ട് കൊടുക്കാം. നമ്മളിതിനകത്ത് 70 ഗ്രാം തക്കാളിയുടെ ടൊമാറ്റോ പേസ്റ്റ് 70 ഗ്രാമാണ് എടുത്തിട്ടുള്ളത്. ഇതെല്ലാം മൂത്ത് നന്നായി വരുമ്പോൾ നമ്മുടെ ചിക്കൻ സ്റ്റോക്ക് 2 പീസാണ് എടുത്തിട്ടുള്ളത്. അത് പൊടിക്കുക, ചെറുതായിട്ട് കൈ കൊണ്ടൊന്ന് പൊടിച്ച് ഇട്ട് കൊടുക്കുക. മല്ലിയില ഇട്ട് കൊടുക്കുക. ഇതിന് നമ്മൾ പുതിന ഇടുന്നില്ല, അതിൽ മല്ലിയില മാത്രമേ ഇടുന്നുള്ളൂ. നന്നായിട്ട് ഇളക്കുമ്പോൾ നല്ലൊരു മണമൊക്കെ വരും. കാണുന്നില്ല, നല്ലൊരു കളറൊക്കെ മാറി നമ്മുടെ കോഴി ഇട്ട് കൊടുക്കാം നമുക്ക്. കോഴി നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് ചെറുതാക്കാൻ മുറിക്കാം, അല്ലെങ്കിൽ ഒരു കോഴിയെ 4 പീസായിട്ടും മുറിക്കാം. അറബ്സൊക്കെ ഒരു കോഴിയെ 4 പീസായിട്ടാണ് കട്ട് ചെയ്യുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് മൂടി വയ്ക്കാം. ഒരു 10-15 മിനിറ്റ് കുക്കിംഗ് ടൈമുണ്ട്. അത് കുക്കായി വരുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ വെജിറ്റബിൾസൊക്കെ റെഡിയാക്കാം. കുറച്ച് നേരം ഇരുന്നപ്പോൾ കണ്ടില്ല, നമ്മുടെ ചിക്കനൊക്കെ കുക്ക്ഡായിട്ടുണ്ട്. ഉള്ളിയൊക്കെ വെള്ളമൊക്കെ വറ്റി നല്ല പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം നമ്മൾ ഓരോന്നായിട്ട് പൊരിച്ചെടുത്തു. മസാല പുരട്ടിയ വെജിറ്റബിൾസ് ഓരോന്നോരോന്നായിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. അങ്ങനെ എല്ലാ വെജിറ്റബിൾസും നമ്മുടെ പൊരിച്ച് റെഡി ആയിട്ടുണ്ട്. നമ്മളിതിനകത്തോട്ട് മുളക്, മഞ്ഞൾ, ഇത്തിരി മുളക് കാശ്മീരിയാണ് തിരുമ്മിയത്. അതിനുശേഷം നമ്മുടെ ചെമ്പെടുത്തിട്ട് താഴെ ഈ പൊരിച്ച വെജിറ്റബിൾസ് എല്ലാം ഏറ്റവും താഴെ നിരത്തി വയ്ക്കാം. അപ്പോൾ ഏറ്റവും താഴെ നമ്മുടെ വെജിറ്റബിൾസ് മൊത്തം ഒരു ലെയറായിട്ട്, ചിലവർ ഇത് 2 ലെയറായിട്ട് ഇടാറുണ്ട്. ഞാൻ 1 ലെയറായിട്ടാണ് ഇടുന്നത്.
വെജിറ്റബിളിൻ്റെ പകുതി ഇട്ട് ബാക്കി പകുതി വേറെ ലെയറായിട്ട് ഇടാം. ചിക്കനും അങ്ങനെ ചെയ്യാം. ഞാൻ വെജിറ്റബിളിൻ്റെ മേലെ ഫുൾ ലെയർ ചിക്കൻ ഇട്ട് കൊടുത്തു. ഇനി അതിൻ്റെ മേലെ നമ്മൾ തിളപ്പിച്ച് പട്ട, ഗ്രാമ്പു, ഏലക്ക, ഇത്തിരി ഓയിൽ ഒഴിച്ച് ഉപ്പിട്ട് വേവിച്ചെടുത്ത് നമ്മുടെ സെല്ല റൈസ് ഇട്ട് കൊടുക്കാം. അങ്ങനെ അതിൻ്റെ മേലെ നമ്മുടെ ഒരു ലെയർ ചോറ് ഇട്ടു. നന്നായിട്ട് നമുക്കൊന്ന് പരത്തി കൊടുക്കാം. ശേഷം നമ്മൾ ആവിയെല്ലാം അതിനകത്ത് തങ്ങി നിൽക്കാൻ നമുക്കൊരു അലുമിനിയം ഫോയിൽ കൊണ്ട് ക്ലോസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് മൂടി വെച്ച് നമുക്ക് ലോ ഫ്ലെയിമിൽ ഒരു 10-15 മിനിറ്റ്, ഒരു അരമണിക്കൂറോളം ഇരിക്കട്ടെ, വളരെ ലോ ഫ്ലെയിമിൽ. എന്നിട്ട് നമുക്കൊരു ചെമ്പിലോട്ട് അതങ്ങ് തട്ടി കൊടുക്കാം. ഇതിൻ്റെ മേലെ നിങ്ങൾക്ക് ഗാർണിഷ് ചെയ്യാൻ വേണമെങ്കിൽ കാഷ്യോ, ബദാം സ്ലൈസോ, റോസ്റ്റഡ് ഓനിയനോ ഒക്കെ ഉപയോഗിക്കാം. ഞാൻ ഗാർണിഷൊന്നും ചെയ്തിട്ടില്ല, അങ്ങനെ തന്നെയാണ് യൂസ് ചെയ്തത്. പക്ഷെ നമ്മൾ ഗസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇത്തിരി ഗാർണിഷ്ഡൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇറ്റ് വിൽ ലുക്ക് ബെറ്റർ അല്ലേ. നമ്മുടെ ചാനൽ ഷാഹീസ് ഫീസ്റ്റ് ആൻഡ് ട്രീറ്റ്സ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.